ഹലോ ഗീസ്, ഇതാണ് നമ്മുടെ കടുക്കാച്ചി മാവ്. ഈ പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നല്ല കൊടും ചൂടല്ലേ. ആ ചൂട് കൊണ്ട് മുക്കാൽ ഭാഗവും മാങ്ങയും പൊഴിഞ്ഞു പോയി. എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് പറിച്ചെടുത്ത് അച്ചാറിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങാക്കുട്ടന്മാരെ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ശേഷം നമുക്ക് നല്ല രീതിയിൽ ഓരോ മാങ്ങ എടുത്ത് തുടച്ചു കൊടുക്കണം. നമുക്ക് മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് വലിയ പീസായിട്ട് ഓരോ മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അത്രയും ഈ ഒരു പാത്രത്തിന് അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയെ ഒരല്പ സമയത്തേക്ക് നമുക്കൊന്ന് വെയിലത്തേക്ക് വെക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വേഗം തന്നെ വലിഞ്ഞു കിട്ടിക്കോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അച്ചാർ പൊടിയും ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ചൂടാകുന്നോടെ വരെ ഇളക്കി കൊടുക്കുക. സെയിം ചട്ടി തന്നെ ഒന്നും കൂടെ നല്ല രീതിയിൽ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉലുവായും കടുകും ഇട്ട് കൊടുക്കുക. രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ മൂത്ത് വന്നിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയെയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അച്ചാർ പൊടി, മുളക് പൊടി മൂപ്പിച്ചത് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ അച്ചാറിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ ഫൈനൽ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊരു നല്ലൊരു ഭരണി കത്തിട്ട് വെക്കണം. നമുക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് വേണം ഈ ഭരണി ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള തുണി എടുത്ത് കാറ്റൊക്കെ കയറാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്